പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് ചുരുക്കം ചില ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ റമദാൻ്റെ തുടക്കത്തിൽ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയ ആ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വന്നു കയറിയ അതിനേക്കാൾ സ്പീഡിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞു. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? റമദാൻ കഴിയുന്നതോടുകൂടി ഇബാദത്തുകളോടും പള്ളിയോടും വിട പറയുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് റമദാനിനെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കുറേ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാസമായിട്ടാണ് നമ്മിൽ അധികം ആളുകളും കണക്കാക്കുന്നത്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാസമല്ല റമദാൻ. പരിശുദ്ധ റമദാനിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അള്ളാഹു പ്രധാനമായും പറഞ്ഞത് തഖ്വയുടെ വർധനവാണ്. എല്ലാ ഇബാദത്തുകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. നിസ്കാരത്തിനൊരു ലക്ഷ്യമില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരാളുടെ നിസ്കാരം ആ വ്യക്തിയെ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയിൽ നിന്ന് തടയുന്നില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ആ നിസ്കാരം അവനെ അടുപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിൽ നിന്നും വിദൂരതയല്ലാതെ അവന് ലഭിക്കുകയില്ല. എന്തുകൊണ്ടാണത്? നിസ്കാരത്തിലൂടെയുള്ള ലക്ഷ്യം നേടാത്തത് കൊണ്ടാണ്. അതുപോലെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഉള്ള ഒരു ചാൻസ് ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് ലഭിച്ചിട്ട് അത് വേണ്ട വിധം അവർക്ക് ഖിദ്മത്ത് ചെയ്ത് ഉപയോഗപ്പെടുത്തി സ്വർഗം നേടാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. കാരണം എന്താണ്? ഉദാത്തമായ ഒരു ലക്ഷ്യം അവൻ്റെ മുന്നിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ സ്വർഗം നേടാൻ ഒരു ചാൻസ് അള്ളാഹു കൊടുത്തതായിരുന്നു. അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അവൻ ഭാഗ്യം കെട്ടു പോകട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതുപോലെ എല്ലാ ഇബാദത്തുകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഹജ്ജിനൊരു ലക്ഷ്യമുണ്ട്, സക്കാത്തിനൊരു ലക്ഷ്യമുണ്ട്, ഇപ്രകാരം നോമ്പിനൊരു ലക്ഷ്യമുണ്ട്. ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നോമ്പ് നാം നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ നോമ്പിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലായില്ലേ? ഇബാദത്തുകൾ വർദ്ധിപ്പിക്കലല്ല. നമ്മൾ പലപ്പോഴും റമദാൻ മാസത്തെ നോമ്പ് കാലത്തെ വിലയിരുത്തുന്നത് ഈ വർഷം എത്ര ഖത്മുൽ ഖുർആൻ തീർത്തു, എത്ര ദിക്റുകൾ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, എത്ര സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു, ഇങ്ങനെയാണ് നമ്മൾ റമദാനിനെ വിലയിരുത്തുന്നത്. പക്ഷേ അള്ളാഹു വിലയിരുത്തുന്നത് ഈ വർഷത്തെ റമദാൻ കഴിഞ്ഞപ്പോൾ തഖ്വയുടെ ഗ്രാഫ് എത്ര ശതമാനം ഉയർന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അതുകൊണ്ട് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഈ വർഷത്തെ റമദാനിലൂടെ എത്ര ശതമാനം തഖ്വ എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു. തഖ്വ എന്നാൽ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എത്ര ശതമാനം റമദാന് മുന്നുള്ള ജീവിതത്തേക്കാൾ എനിക്ക് വർദ്ധിച്ചു എന്ന് ചിന്തിക്കുന്നിടത്താണ് റമദാൻ നമ്മിൽ എത്ര കണ്ട് ഫലവത്തായി പ്രയോജനപ്പെട്ടു എന്ന് സ്വയം വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് വിജയം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.